ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡന്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷൻ ആണ്. ഇപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബാക്കി 2 വനിതാ SIമാരുണ്ട്. ബാക്കി നമ്മുടെ ടീമുണ്ട്. മാഡം, വിക്ടിമിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കരുതെന്ന് ശ്രമം ഉണ്ടായിരുന്നോ മാഡം ആദ്യഘട്ടത്തിൽ? അതായത് ഈ കേസും പരാതിയായിട്ട് പോകരുത് എന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടായിരുന്നോ? അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. പരാതിയിൽ അങ്ങനെയുണ്ട്? പരാതിയിൽ അങ്ങനെ ഇല്ല. നമ്മളത് നോക്കണം. കോൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും അവർക്ക്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാനുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മാഡം ഇതിൽ? അതായത് ഇവരെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചതും അല്ലെങ്കിൽ കേസ് എടുക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ആളുകൾ വരാനുള്ള പരിശോധന ഉണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. ഇത് അത് കേസ് സംഭവം നടന്ന ആളുകൾ മുഴുവൻ അറിഞ്ഞു എന്നുള്ളത് പറഞ്ഞല്ലോ സാറ്. അപ്പോ അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ആ പരാതി മറച്ചു വെച്ചു എന്നൊരു പ്രശ്നമുണ്ടോ ഇതില്? ഈ പ്രശ്നം മറച്ചു വെച്ചല്ലോ അറിഞ്ഞ ആളുകൾ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടോ അവിടെ? അത് നമ്മൾ നോക്കണം. സംഭവം ഇവര് പറഞ്ഞിട്ടുള്ള കുറെ വിറ്റ്നസസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ഇനി നമ്മൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന വിറ്റ്നസിനെ നമ്മൾ ഇനി ചെയ്യാനുണ്ട്. അതെ, അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. ബേസിക്കലി ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്, ബാക്കി ഈ പറഞ്ഞ വിറ്റ്നസ്, അപ്പൊ ഇതെല്ലാം നമ്മൾ എടുക്കാനുണ്ട്. അതെ അതെ അതെ. അത് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാൻ. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം. നമ്മൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മളൊന്ന് എടുക്കാൻ? നമ്മള് അതെ, ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്യും. അത് കഴിഞ്ഞ അതെ അതെ ഇല്ല, നമ്മൾ അത് അതെ അതെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് അത് ഓതറൈസ് ചെയ്യാവുന്നതാണ്. മാഡം, കേസെടുത്തതിന് ശേഷം ഇയാളെ രക്ഷപ്പെടാനുള്ള ഒരു നീക്കം എന്തായിരുന്നു മാഡം? നമ്മൾ പിന്നെ ഇടുക്കിയിൽ വെച്ചല്ലേ, എന്താണത് സംഭവിച്ചത്? നമ്മള് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. അക്യൂസിനെ രക്ഷപ്പെടാൻ സഹായിച്ച അങ്ങനെ ഒരു ഹാർബറിംഗ് അങ്ങനെ ഒരു എലമെന്റ് അത് വരും. അപ്പൊ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്താൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ആളുടെ പ്രാഥമികമായിട്ടുള്ള ഇന്ററോഗേഷൻ ആണ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം പരിഗണിച്ച് ഇറ്റ് ഇസ് പെൻഡിങ്. ഫർദർ ക്വസ്റ്റ്യൻ പെൻഡിങ്. സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ആരോഗ്യ പ്രശ്നം ആരോഗ്യനില എങ്ങനെയാണ്? ഇന്നലെ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഒക്കെ വളരെ കൂടുതലായിരുന്നു. പിന്നെ ലിവർ കിഡ്നി സംബന്ധമായ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളത് വെരിഫൈ ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തെ ഹാർബറിംഗ് ചെയ്യുന്നതിന് കൂടുതൽ അക്യൂസ് വരാൻ സാധ്യത ആ ആംഗിളിൽ അല്ലേ? നോർമലി വരേണ്ടതാണ്. സോ വി വിൽ വെരിഫൈ. എടുത്തിട്ടുണ്ട്, ഉണ്ട്. ഈ സാധാരണ ഇത്തരം ഈ ഹൈ പ്രൊഫൈൽ കേസുകളിൽ പലപ്പോഴും ഇത്തരം പ്രതികൾക്കൊക്കെ മുൻകൂർ ജാമ്യത്തിനുള്ളൊരു അവസരം പോലീസായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ള വിമർശനം ഒരുപാട് കേട്ടിട്ടുണ്ട് സമീപകാലത്തെ പോലീസ്. അപ്പൊ ഇതിൽ അത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് അത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കാറില്ല. അപ്പൊ ഇന്നലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് കടന്നെങ്കിൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ആർ നോട്ട് ട്രൈങ്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന് എതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ? നമുക്ക് ഉള്ളത് 74 BNS ഉണ്ട്. ഇതെല്ലാം സെക്ഷുവൽ അസോൾട്ട് സെക്ഷൻസ് ആണ്. 75 BNS ഉണ്ട്. 75ന്റെ 1 ഉണ്ട്, 1, 2 ഉണ്ട്. പിന്നെ ഉള്ളത് 79 ആണ്. 75 ബേസിക്കലി സെക്ഷുവൽ ഹറാസ്മെന്റ്, 79 ഔട്ട്റേജിങ് മൊഡസ്റ്റി ഓഫ് വിമൻ, പിന്നെ 127 ഉണ്ട് റോങ്ഫുൾ കൺഫൈൻമെന്റ്. അതെ നടത്തിയിരുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.